പീഡനക്കേസിലെ ഇരയെ തകർക്കാൻ പരമാവധി ശ്രമിച്ചയാളാണ് വിജയ് ബാബു എന്ന് സാന്ദ്ര തോമസ്. പക ഉള്ളിൽ കൊണ്ടു നടന്ന എന്ത് ക്രൂരതയും ചെയ്യും. അതാണ് പീഡനക്കേസ് കൊടുത്ത ഇരയോടും വിജയ് ബാബു കാട്ടിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പിൽ തന്റെ ഹർജി തള്ളാൻ ചരട് വലിച്ചത് വിജയ് ബാബു എന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ന്യൂസ് 18 Q18നോടാണ് സാന്ദ്രയുടെ പ്രതികൾ. വരകത്തുമ വാഴ വെട്ടണ പോലത്തെ ഒരു പോസ്റ്റാണ് വിജയ് ബാബുവിന്റെ ഭാഗത്തുണ്ടായത്. ഇത്ര പകയുണ്ടോ സാന്ദ്രയോട്? ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്ന സമയത്തും അന്ന് തന്നെ ഇതേപോലെ തന്നെ ഇരയെ ആക്രമിക്കുക, ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അന്ന് രാത്രി തന്നെ ഫേസ്ബുക്ക് ലൈവ് വന്ന ഇരയുടെ പേര് വിളിച്ചു പറയുകയും ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. പുള്ളി അത് ഈ എന്താ പറയുക, ചില ക്ലാസ്സിലൊക്കെ അതായത് എനിക്ക് ഇത് വന്ന് ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അതിലെ കുട്ടി പറഞ്ഞ മെസ്സേജ് ഇതാണ്: ചില ക്ലാസ്സിലൊക്കെ ചില കുട്ടികളുണ്ടാവുമല്ലോ ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത്, അങ്ങനെ ഒരു പട്ടി ഷോ കാണിക്കുന്ന ആളാണ് ഈ വിജയ് ബാബു. അതിന് ചേച്ചി മൈൻഡ് ചെയ്യണ്ട, ഞാനിത് കുറേ അനുഭവിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് പണ്ടേ അനുഭവിച്ചതായതുകൊണ്ട് എന്ത് ചെയ്യാം, പക്ഷേ സ്ത്രീകൾ ഇരകളായി മാറും. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പാണ് ചേരുന്നത്. അപർണ, ഇതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാന്ദ്ര തുറന്നു പറയുന്നത് തനിക്കെതിരെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ചരട് വലിച്ചത് വിജയ് ബാബു ആണ്, അത്രത്തോളം പകയുണ്ട് തന്നോട് എന്നുള്ളതാണ്. പലതവണ പ്രതികരണങ്ങൾ നടത്തുന്ന ആളാണ് അശ്വതി സാന്ദ്ര, പക്ഷെ തുറന്നു പറച്ചിലുകൾ നടത്തുന്ന ആളാണ്. പക്ഷേ ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് രണ്ടായി മാറിയതിനു ശേഷം, അല്ലെങ്കിൽ സാന്ദ്ര ഇറങ്ങിയതിനു ശേഷം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വലിയ വിവാദങ്ങളിലും വിജയ് ബാബുവിനെതിരായിട്ടുള്ള അങ്ങനെയുള്ള പ്രതികരണങ്ങൾ സാന്ദ്ര കഴിവതും നടത്താറില്ല. പക്ഷേ ഇപ്പോൾ വിജയ് ബാബു നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും സാന്ദ്രയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ് പല കാര്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര Q18-ൽ ഈ പ്രതികരണം നടത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അനിൽ തോമസ് അടക്കം ഈ തൻ്റെ ഹർജി, അതായത് തെരഞ്ഞെടുപ്പിലെ ഹർജി തള്ളാനിടയാക്കിയതിന് ആരെല്ലാം മുന്നിട്ട് നിന്നോ അവർക്കെല്ലാം പിറകിൽ നിൽക്കുന്നത് വിജയ് ബാബുവാണ് എന്നുള്ളൊരു തുറന്നു പറച്ചിൽ സാന്ദ്ര അഭിമുഖത്തിൽ നടത്തുന്നുണ്ട്. ആ നടപടികൾ മുഴുവൻ ഉണ്ടായത് വിജയ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നാണ്. പല സിനിമാ താരങ്ങളും തനിക്കെതിരെയുള്ള നിലപാടെടുക്കാൻ കാരണം വിജയ് ബാബുവാണ്. താരസംഘടനയിലെ പ്രധാനപ്പെട്ട താരങ്ങളടക്കം ചില നിലപാടുകൾ എടുക്കാൻ കാരണം വിജയ് ബാബുവാണ് എന്ന് സാന്ദ്ര പറയുന്നു. ഒപ്പമാണ് ഇതുവരെ വിജയ് ബാബുവിനെതിരായിട്ടുള്ള ഒരു പീഡന കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ വെളിപ്പെടുത്തലോ സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിലും സാന്ദ്ര പറയുന്നത് ആ പെൺകുട്ടിയെ, ആ പീഡന കേസിലെ ഇരയെ പരമാവധി തകർക്കാൻ, മാനസികമായിട്ട് പരമാവധി തകർക്കാനുള്ള ശ്രമമാണ് വിജയ് ബാബുവിന്റെ ഭാഗത്ത് നടത്തിയത്. അങ്ങനെ ലൈവിൽ വരികയും ഫേസ്ബുക്ക് ലൈവ് ഇട്ടുകൊണ്ട് മാനസികമായി എങ്ങനെയാണ് ആ പെൺകുട്ടിയെ തകർക്കുക അതെല്ലാം ചെയ്തു. അപ്പുറത്ത് നിൽക്കുന്ന ഇരയെ തകർക്കാനുള്ള എല്ലാ ശ്രമവും, മാനസികമായിട്ട് മാത്രമല്ല അല്ലാത്ത തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരാളാണ് വിജയ് ബാബു എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ സാന്ദ്രയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒപ്പമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് എതിരെ ഉണ്ടായിട്ട് എല്ലാ കാര്യത്തിൻ്റെയും ചരട് വലിക്കുന്നത് വിജയ് ബാബു ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസുമായി ബന്ധപ്പെട്ട് വിജയ് ബാബു കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. അതിൻ്റെ മുന്നോടിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും സാന്ദ്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അഭിമുഖത്തിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും ഈ തുടർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുമ്പോൾ വളരെ മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങളൊക്കെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളുടെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഫിലിം ഹൗസ് കമ്പനിയുടെ ഉള്ളറക്കഥകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ വെളിപ്പെടുത്തലിലൊക്കെ കടക്കുമോ എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നമുക്ക് നൽകിയ പ്രതികരണം, ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ, മറ്റു മാധ്യമങ്ങൾക്കെല്ലാം മുന്നിൽ സാന്ദ്ര നടത്തിയ പ്രതികരണവും അതിനുശേഷവും വിജയ് ബാബുവിൻ്റെ പ്രതികരണവും എല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും താൻ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കാനുള്ള നടപടിയുമായിട്ട് താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് സാന്ദ്ര പറഞ്ഞത്. അതായത് ഇനി ഇപ്പോഴെങ്ങും ഈ പോരാട്ടവും ഈ വാക്ക് തർക്കങ്ങളും അവസാനിക്കുന്നില്ല എന്ന് ചുരുക്കം. അശ്വതി. ശരി അപർണ, Q18-ലായിരുന്നു സാന്ദ്രയുടെ തുറന്നു പറച്ചിൽ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 2 മണി മുതലാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. 21-അംഗ ഭരണസമിതിയിലേക്ക് 39 സ്ഥാനാർത്ഥികളാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാഗേഷ്, സജി നന്ദ്യാട്ട് എന്നിവരും, സെക്രട്ടറി സ്ഥാനത്തേക്ക് കല്ലിയൂർ ശശി, ലിസ്റ്റിൻ സ്റ്റീഫൻ, വിനയൻ എന്നിവരുമാണ് മത്സരിക്കുന്നത്.
അതേസമയം താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. സംഘടനാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടലിൽ രാവിലെ 10 മുതലായിരിക്കും വോട്ടെടുപ്പ്. ജഗദീഷ് പിന്മാറിയതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാമേനോനും ദേവനും തമ്മിലാണ്. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, ആശ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 7 ജനറൽ സീറ്റിലേക്ക് 8 പേരും 4 വനിതാ സംവരണ സീറ്റിലേക്ക് 5 പേരും മത്സരിക്കുന്നു. രാജിവെച്ച ഭരണസമിതിയിലെ ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയതോടെയാണ് അമ്മയിൽ ചേരിതിരിവുണ്ടായത്. രൂക്ഷമായ വിമർശനത്തിനൊടുവിൽ ബാബുരാജ് പത്രിക പിൻവലിച്ചുവെങ്കിലും കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദവും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിൽ നടി ശ്വേതാമേനോനെതിരെ കേസും ഉയർന്നുവന്നു. എന്നാൽ ശ്വേതയ്ക്കെതിരായ കേസിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പിന്തുണയുമായി എത്തി. അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണമെന്ന് നടി ഹണിറോസും ആവശ്യപ്പെട്ടു. രാവിലെ 10-ന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. 2-ന് വരണാധികാരികളുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണലിന് പിന്നാലെ 4 മണിയോടെ വാർത്താസമ്മേളനം വിളിച്ച് ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി.